അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇന്ന് രാവിലെ എൻ്റെ ബുട്ടീക്കിലുള്ളൊരു ടൈമിങ്സ് ആണ്. ഞാൻ നേരത്തെ എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 നേരത്തേക്കും കൂടെ പണി കുറയും. അപ്പോൾ എനിക്ക് നേരത്തെ പോകാനും പറ്റും. അങ്ങനെ ഞാൻ നേരത്തെ എത്തി. പക്ഷേ നേരത്തെ എത്തിയാൽ എൻ്റെ ജോലികളൊന്നും ആയില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ രാവിലെ അവിടെ പോയപ്പോഴാണ് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അറിയുന്നത് ആമസോൺ ഓർഡർ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യണം. ഈ ആമസോണിൻ്റെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഡെലിവറി ബോയിനെ ഒരു ലൊക്കേഷനിലേക്കായിട്ട് അപ്പോയിൻ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ വരുന്ന ആൾ ഇന്ന് കറക്റ്റ് ടൈമിനേ വരത്തുള്ളൂ. പിന്നീട് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അവർ വരത്തില്ല. സോ ആ കറക്റ്റ് ടൈമിന് നമ്മളത് ഡെലിവറി ചെയ്തേക്കണം അവരടുത്ത്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ആയ ഈവനിങ് ആണ് അല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ആമസോണിൻ്റെ കമ്പനി ക്യാൻസലേഷൻ മെയിൽ വിട്ടേക്കും. നൈറ്റിലൊക്കെ വരുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ ചിലപ്പം ചാൻസ് ഉണ്ട് വേറൊരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയിക്കിട്ടാൻ. അപ്പോൾ അല്ലാത്തത് മെജോറിറ്റി കേസസിൽ ഇന്ന് ഓർഡർ വന്നാൽ നാളെ മസ്റ്റായിട്ട് അവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തേക്കണം, അതർവൈസ് ക്യാൻസലാവും. സോ ഞാനും അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽ നോളേജ് ഇല്ല, കാരണം ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. സോ ഐ എം നോട്ട് വെൽ വേഴ്സ്ഡ് വിത്ത് ദ പ്രൊസീജിയേഴ്സ്. അപ്പോൾ പെട്ടെന്നൊരു ഓർഡർ വന്നു എന്നുള്ളതിൽ ഞാൻ എൻ്റെ എല്ലാ ജോലിയും മാറ്റി വെച്ച് അത് ചെയ്തു. കാരണം പാക്കിങ് പിന്നെയെന്ന് വെച്ചാൽ സ്റ്റോക്കില്ല എന്നുള്ളൊരു റീസൺ വരുമ്പോൾ ഉറപ്പായിട്ടും അത് ക്യാൻസലേഷനിൽ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായത് എല്ലാം കൂടെ ചെയ്യുമ്പോഴേക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പെർമനൻറ്റ് കസ്റ്റമർ വന്നു. അപ്പോൾ അവർ എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് എനിക്ക് ചാനലുണ്ട്, അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുമെന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മാം എപ്പോഴും ഇതുമായിട്ട് നിൽക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചോദിച്ചു ഇൻവോൾവ് ചെയ്തോട്ടെ വീഡിയോയിൽ. നോ, ഇല്ല ഇപ്പോൾ വേണ്ട, നെക്സ്റ്റ് ടൈം നല്ല ഇതൊക്കെ ആയിട്ട് വരാം, അപ്പോൾ എടുക്കാൻ ഇപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഓർഡേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ തന്നെയാണ് എനിക്ക് ഈ സാരീസിൻ്റെ പീക്കോയും ടാസൽസൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ അതെനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു ഒരു 3 അതൊക്കെ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അവരങ്ങ് പോയി. പിന്നെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റ്, അതിപ്പോൾ എൻ്റെ ഈ സ്റ്റിച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് ഇത് ഇങ്ങനത്തെ അല്ലാത്ത തന്നെ ഫാൻസി ഐറ്റംസൊക്കെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് പ്രോഡക്റ്റ് ലിസ്റ്റിങ്ങിൽ എന്തൊക്കെയാണെന്നുള്ള ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ GST നമ്പർ മസ്റ്റാണ്. GST എടുത്ത് രജിസ്റ്റർ ചെയ്യാം. സ്വന്തമായിട്ട് നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് തന്നെ അത് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്തോരം ടാലൻസുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ഫ്രോക്സ് വർക്കേഴ്സിനെ വെച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. കാരണം എനിക്ക് സ്റ്റിച്ചിങ് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സ്ക്രഞ്ചീസൊക്കെ ആക്കാൻ പഠിച്ചു. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ ഇതിപ്പോൾ ഞാൻ ഫ്രീ ടൈം ആയിട്ടോ വർക്കറിനുള്ളത് കൊടുത്തു. ഓർഡർ കസ്റ്റമർ വന്നു പോയി, ഓർഡർ കൊടുത്തു വിട്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് വീഡിയോ എഡിറ്റിങ്. അങ്ങനെയാണ് ഞാൻ സമയം കണ്ടെത്തുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഷോർട്സൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് എന്താണെങ്കിലും ഫാൻസി ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊക്കെ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു വരുമാനമാക്കാം.